നേരത്തെ തന്നെ എത്തിയ ഞങ്ങൾക്കൊക്കെ മാർഗദർശിയും വഴികാട്ടിയും എപ്പോഴും കലാകാരന്മാരോടൊപ്പം ഹൃദയം ചേർത്ത് നിൽക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെയൊക്കെ ആരാധ്യനായ ബഷീർ പടിയത്ത്, ഒപ്പം കുറേ കാലമായി സംഗീതാസ്വാദകരോടൊപ്പം ഇടയ്ക്ക് പാടിയും പാട്ടുകാരെ പ്രോത്സാഹിപ്പിച്ചും നമുക്കൊക്കെ വെളിച്ചം നൽകുന്ന പ്രിയപ്പെട്ട നല്ലറ ശംസുദ്ദീൻ, ഇത്തരമൊരു പരിപാടിക്ക് എല്ലാ അർത്ഥത്തിലും സഹായം ചെയ്ത ഷാർജയിലെ സാംസ്കാരിക രംഗത്തെ നക്ഷത്രത്തിളക്കമുള്ള ഷാഹിദ് പുറക്കാട്, എല്ലാവരോടും ഒപ്പം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഓരോരുത്തരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഏറ്റവും കരുത്തായ പ്രിയപ്പെട്ട റസാഖിനെ ക്ഷണിക്കുകയാണ് ഈ ചടങ്ങ് എല്ലാവർക്കും സ്വാഗതം പറയാൻ വേണ്ടി. ഗുഡ് ഈവനിങ്. ഇത്തരമൊരു കലാമാമാങ്കം ആസ്വദിക്കാൻ വന്ന നിങ്ങളുടെ മുന്നിൽ ഈ സ്റ്റേജിലൊരു പോഡിയവും പ്രാസംഗികരെയും കാണുമ്പോൾ തന്നെ ഉണ്ടാകുന്ന വികാരം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒരു നീണ്ട പ്രസംഗമോ അല്ലെങ്കിൽ സാംസ്കാരിക പരിപാടികളോ ഒന്നും ഇവിടെ ഇല്ല. കല തന്നെയാണ് ഉദ്ദേശം. നന്മ ദുബായിയുടെ 5ാമത് വാർഷികം അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഇന്നത്തെ ഈ കലാസാഗരം എന്ന ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും വളരെ തിരക്കുകൾക്കിടയിൽ ബിസിനസ് സാമ്രാജ്യം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന ബഷീർ പടിയത്ത് സാഹിബിനെയും അതുപോലെ തന്നെ നിങ്ങൾക്കേർക്കും സുപരിചിതനായ ശംസുദ്ദീൻ നല്ലറ, രണ്ടുപേരും ബിസിനസ് സാമ്രാജ്യം എന്ന് ഞാൻ പറഞ്ഞത് ബിസിനസ്സിൻ്റെ തിരക്കിനിടയിലും കലാസാംസ്കാരിക രംഗത്ത് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. എല്ലാവർക്കും അറിയാം. എല്ലാ തിരക്കിനിടയിലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഈ 2 പ്രബലരായ വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ഓതുന്നു. അതോടൊപ്പം സാംസ്കാരിക രംഗത്ത് വളരെയധികം അറിയപ്പെടുന്ന UAE മൊത്തം, ഷാർജയിൽ മാത്രമല്ല അറിയപ്പെടുന്ന KMCCയുടെയും മറ്റു ഇതര സംഘടനകളുടെയും പ്രബലനായ സാരഥി പ്രിയങ്കരനായ സാഹിദ് പുറക്കാട് സാഹിബ്, അദ്ദേഹത്തെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ നന്മ ദുബായിയുടെ എല്ലാ പ്രവർത്തകർക്കും അതോടൊപ്പം ഇന്നിവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ എത്തിയ ഓരോ കലാകാരന്മാർക്കും കലാകാരികൾക്കും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ഓതിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിശിഷ്ടാതിഥികളെ സ്റ്റേജിലേക്ക് വിനയത്തോടെ ക്ഷണിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്നത്തെ ചടങ്ങ് നമ്മുടെയൊക്കെ ഒരു ആത്മമിത്രം, ആത്മസുഹൃത്ത് റാഫി പട്ടാഴി എഴുതി ഷിബിൻ ഷാ സംഗീതം നൽകിയ, ഒപ്പം മലയാളത്തിലെ പിന്നണി ഗാന രംഗത്തെ ഏറ്റവും പ്രഗത്ഭരും പ്രശസ്തരുമായ ഉണ്ണികൃഷ്ണൻ, വിധു പ്രതാപ്, ഗായത്രി, ഫ്രാങ്കോ, റാഫി പട്ടാഴി, ആര്യാനന്ദ, ലക്ഷ്മി തുടങ്ങി നിരവധി പ്രഗത്ഭരായിട്ടുള്ള പാട്ടുകാർ പാടിയ ഒരു കേസറ്റിൻ്റെ പ്രകാശനമാണ് ഇന്ന് ഔദ്യോഗികമായ ഇവിടുത്തെ ചടങ്ങ്. റാഫിയും റസാഖും ഏതാണ്ട് ആഴ്ചകളായി ഇത്തരമൊരു ചടങ്ങ് ഭംഗിയായി നടത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റാഫിയെയും റസാഖിനെയും ഈ വേദിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയാണ്. ബഷീർ സാഹിബിന് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഒരുപാട് കലാപരിപാടികളുണ്ട്. ഗാനമേളയുണ്ട്, മേജിക്കുണ്ട്, മോഹിനിയാട്ടം, ഒപ്പന, ഗാനമേള. ഒപ്പം നമ്മൾ കുറേ കാലമായി കാണുകയും നമ്മയൊക്കെ ചിരിയുടെ ഒരു ആകാശത്ത് ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെയൊക്കെ ജീവിതം തരുന്ന വെപ്രാളങ്ങളിൽ നിന്നൊക്കെ നമ്മെ കുറച്ചു സമയത്തേക്കെങ്കിലും രക്ഷപ്പെടുത്തുന്ന നെൽസൺ ശൂരനാട്, രാജേഷ് തിരുവമ്പാടി, സജാദ് മച്ചാൻ തുടങ്ങിയിട്ടുള്ള കേരളത്തിൽ നിന്ന് 3 പ്രഗത്ഭരായ വോഡോഫോൺ കോമഡിയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന 3 കലാകാരന്മാർ, അവരുടെ ചിരി മഴയാണ് ഇന്നത്തെ രാത്രിയുടെ ഒരു സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ റെഡിയാണ്. നിരവധി പാട്ടുകാർ പാടാനുണ്ട്, ഡാൻസുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട ബഷീർ പടിയത്തിനെ, നമുക്കൊക്കെ പ്രിയപ്പെട്ട ബഷീർ കെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ
സാദ് പുറക്കാട്, ശംസുദ്ദീൻ സാബ്, തിക്കോടി സാഹിബ്, റാഫി, പ്രോഗ്രാമിൻ്റെ എല്ലാമെല്ലാമായ റസാഖ്, പിന്നെ സദസ്സിലുള്ള സഹോദരന്മാരെ, കുട്ടികളെ, എനിക്ക് പോകാൻ ധൃതി കാണിച്ചിട്ടില്ല. ഇവിടെ വരുമ്പോൾ ഇത്രയും ആൾക്കാർ ഇത്രയും നേരത്തെ വന്നതിലുള്ള ഒരാശങ്ക കാരണം ഞാൻ ധൃതി പ്രകടിപ്പിച്ചതാണ്. പെട്ടെന്നങ്ങ് നടക്കട്ടെ, നല്ല കലാപരിപാടിയല്ലേ നടക്കും. അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഒരിക്കലും തിരക്ക് കാണിച്ചിട്ടില്ല. എന്നിരുന്നാൽ തന്നെ വളരെ ആകാംക്ഷയോടെ ഇത്ര നല്ലൊരു സദസ്സ് കാത്തിരിക്കുമ്പോൾ ഒരു ഉദ്ഘാടന പ്രസംഗം ചെയ്തുകൊണ്ട് മുഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നന്മയുടെ 5ാമത്തെ വാർഷികം, അത് ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും, ഇവിടെ വന്നിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും പരിപാടി ഭംഗിയായി നടത്താൻ നമ്മുടെ ആസ്വദിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ടും ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അനുഗ്രഹത്തോടു കൂടിയും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഇളയ വാക്കുകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്. ശംസുക്ക, ഒരു അനുഗ്രഹം പോലെ 2 വാക്ക് പറയാം. നമസ്കാരം. ഈ വൈകിയ വേളയിൽ പ്രസംഗത്തിനല്ല, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരുപാട്, പ്രത്യേകിച്ച് വഡാഫോൺ കോമഡിയിലൂടെ 1ാം സ്ഥാനം കിട്ടിയ നെൽസണും സംഘവും നൽകുന്ന ഒരു കോമഡി ഷോ ഉണ്ട്. എന്തായാലും നന്മയുടെ ഈ ഒരു പ്രോഗ്രാമിന് പ്രത്യേകിച്ച് ഒരു കേസൽ ലോഞ്ചിങ് കൂടിയുണ്ട്. ഒരുപാട് നല്ല നല്ല പ്രണയഗാനങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്, എനിക്കറിയാം. മൊത്തത്തിൽ ഈ പരിപാടി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ സഹായിച്ചത് സയ്യിദക്കയാണ്. ഒപ്പം നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ്റെ കരുത്തനായ സാരഥി ബിജു സർ. എല്ലാവരോടും നന്ദിയുണ്ട്. നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. DC ബുക്സിലെ ഷക്കീം, എവറസ്റ്റ്, ഹനീഫ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. എല്ലാവരെയും ഈ നെഞ്ചിൻ്റെ ചൂടിലും ചൂരിലും നിലനിർത്തിക്കൊണ്ട് 2 വാക്ക് ഷാർജയിലെ സാംസ്കാരിക രംഗത്തിന് ദിശാബോധം നൽകുന്ന സയ്യിദ് പുറക്കാട്. സ്നേഹമുള്ള ബഷീർ തിക്കോടി, പ്രിയപ്പെട്ട ബഷീർ പടിയത്ത് നെല്ലറ, റസാഖ്, പ്രിയപ്പെട്ട റാഫി, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെ അഭിവാദ്യം നേരുകയാണ്. പ്രസംഗിക്കുന്നേയില്ല, പ്രസംഗത്തിൻ്റെ വേദിയല്ല എന്ന് നല്ലതുപോലെ തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും നന്മയുടെ പിന്നിൽ പ്രവർത്തിച്ച നന്മ നിറഞ്ഞ മനസ്സുകളോട് ഒരുപാട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നന്മയുടെ ഒരു സാരഥി കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ പാട്ട് ഇവിടെ ഇന്ന് പ്രകാശം ചെയ്യാൻ പോവുകയാണ്. ഏതായാലും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച നന്മയുടെ സാരഥികൾക്കും അതുപോലെ ഇതിനോട് കഠിനാധ്വാനം ചെയ്ത എല്ലാ പ്രവർത്തകന്മാർക്കും എല്ലാവിധ നന്മകളും അഭിവാദ്യം നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ഒരുപാട് കാലത്തെ കഷ്ടപ്പാട്, ഒരു ചെറുപ്പക്കാരൻ കമ്പ്യൂട്ടറിൽ ആ കീബോർഡിൽ ഇരുന്നു കൊണ്ട് കാലം കഴിക്കുകയല്ല, മറിച്ച് എനിക്ക് സർഗാത്മകതയുടെ ഒരു ആകാശത്തുകൂടെ പറന്നു നടക്കാനുള്ള കഴിവുണ്ട് എന്ന് സംഗീതാസ്വാദകരെ, പാട്ടാസ്വാദകരെ ബോധ്യപ്പെടുത്താൻ റാഫി എമിറേറ്റ്സിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ യൗവനങ്ങളെ പോലെ ഏതെങ്കിലും ഒരു ഇരുണ്ട മുറിയിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ മുമ്പിൽ തന്നോട് തന്നെ കളിച്ച് കാലം കഴിക്കുകയല്ല. തൻ്റെ അകത്ത് എവിടെയോ ഒരു സർഗാത്മകതയുടെ ഒരു ഉറവ വറ്റാതെ കിടപ്പുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ ഉറവയെ ഒരു വലിയ പുഴയുടെ ഓളങ്ങളായി പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്കാണ് റാഫിയെപ്പോലെ ഏറ്റവും ഉണർന്നു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു രചന, പക്ഷേ
ഒരു കേസറ്റ് നാം കേൾക്കുമ്പോൾ, പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കേസറ്റ് നാം കാണുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവരുടെ കഠിനാധ്വാനവും അർപ്പണ മനോഭാവത്തെപ്പറ്റിയും പലപ്പോഴും നാം ഓർക്കാറില്ല. പാട്ട് കേൾക്കുന്നു, ആസ്വദിക്കുന്നു. നമുക്കറിയാം ബാബുഖാനെ പറ്റിയൊക്കെ നമുക്ക് പേർത്തും ഒരുപാട് പറയാനുണ്ട്. പാട്ട് ബാബുഖാൻ്റെതോ ദേവരാജ മാഷറുടെയോ ഭാസ്കരൻ മാഷറുടെയോ രാഘവ മാഷറൊക്കെ കേൾക്കുമ്പോൾ തന്നെ, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള പേറ്റുനോവിനെക്കുറിച്ച് പലപ്പോഴും നാം ഓർക്കാറില്ല. ഞാൻ അത്തരമൊരു വിശദാംശത്തിലേക്ക് പോകുന്നില്ല. റാഫി മലയാള പാട്ടുശാഖയിലേക്ക് വന്ന ഒരു നക്ഷത്ര തിളക്കമുള്ള സാന്നിധ്യമാണ്. നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി ആ എഴുത്തുകാരന്, പാട്ടെഴുത്തുകാരന് ഒരു വലിയ ഭാവി, ഒരു വലിയ വെളിച്ചത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വലിയ വെളിച്ചത്തിൻ്റെ പ്രളയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇനിയും നല്ല സൃഷ്ടികൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ഒരു പ്രാർത്ഥനയോടെ അദ്ദേഹത്തിൻ്റെ ആദ്യ കേസറ്റ് യു എന്നാണ് കേസറ്റിൻ്റെ പേര്. ഞാനത് പ്രകാശനം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട ശംസുക ഇത് സ്വീകരിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട ബഷീർക്ക രണ്ടുപേരെയും ഒപ്പം ഈ വേദിയിലുള്ള നിങ്ങളുടെയൊക്കെ ഹൃദയവും പ്രാർത്ഥനയും ഇതിൻ്റെ പിന്നാമ്പുറത്ത് പാടിയവരോട്, എഴുതിയവരോട്, ഇതിൽ സംഗീതം നൽകിയവരോട് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കേസറ്റ് ഔദ്യോഗികമായി പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് സാവധാനം പറയാം. പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ ഒരു ജന്മ സാഫല്യം എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ഏറ്റവും ആഹ്ലാദവും ആനന്ദവും അനുഭവിക്കുകയാണ് റാഫി. നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മതത്തോടെ റാഫിയെ 2 വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുത്ത ഈ തിരക്കുകൾക്കിടയിലും ഈ രാത്രിയുടെ ബദ്ധപ്പാടുകൾക്കിടയിലും പങ്കെടുത്തതിൻ്റെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട റാഫിയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികൾ, വേദിയിലിരിക്കുന്ന ശ്രീ ബഷീർ പടിയത്ത് സാറ്, ഷംസുദ്ദീൻ നല്ലറ, സഹദ് പുറപ്പാട്, PM അബ്ദുൾ റസാഖ് തുടങ്ങി നമ്മൾ ക്ഷണിച്ചിട്ട് സമയമില്ലാഞ്ഞിട്ടും ഇവിടെ എത്തിയ മറ്റ് വിശിഷ്ടാതിഥികളെ, അതോടൊപ്പം ഈ പരിപാടിയുടെ ഏറ്റവും നല്ല ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി നാട്ടിൽ നിന്നും എത്തിയിട്ടുള്ള ഏഷ്യാനെറ്റ് വോഡഫോൺ കോമഡിയുടെ ഈ വർഷത്തെ വിന്നേഴ്സ് ശ്രീ നെൽസനും ടീമും, മറ്റ് ഡാൻസ് ഗ്രൂപ്പ്, ഗായകർ, ഇപ്പോൾ ഈ പ്രകാശനം ചെയ്ത എൻ്റെ കാസറ്റ് യു എന്ന ഈ കാസറ്റിൻ്റെ മ്യൂസിക് ഡയറക്ടർ മിസ്റ്റർ ഷിബിൻ ഷാ, ഞങ്ങളുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് ഈ വ്യാഴാഴ്ച ഇത്രയധികം ട്രാഫിക്കിനകത്ത് ഇവിടെ എത്തിച്ചേർന്ന മറ്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്. നമുക്ക് തുടക്കത്തിൽ പാട്ടിലേക്ക് പോവാം. എല്ലാവരോടും നന്മയുടെ ഉറവ പറ്റാത്ത ഈ ഒരു തിരുമുറ്റത്ത് വരാനും ഈ ഒരു ചടങ്ങിനോടൊപ്പം നിൽക്കാനും സന്മനസ്സും കാണിച്ച എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നു. മധു തേടിപ്പോയി
നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധു പരി പൂർണ്ണേന്ദു തന്തേ നീലാവോ പൂവിൽ നിറഞ്ഞ മധു പരി പൂർണ്ണേന്ദു തന്തേ നീലാവോ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പുത്തൻ പവിഴക്കൊടിയോ ചെറുതത്തകൾ കൊഞ്ചും മൊഴിയോ പുത്തൻ പവിഴക്കൊടിയോ ചെറുതത്തകൾ കൊഞ്ചും മൊഴിയോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കിളിയോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കിളിയോ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ തുള്ളുമിളമാൻ കിടാവോ ശോഭ കൊള്ളുന്നൊരന്ന കൊടിയോ തുള്ളുമിളമാൻ കിടാവോ ശോഭ കൊള്ളുന്നൊരന്ന കൊടിയോ ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരിയേതും കിളിയോ ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരിയേതും കിളിയോ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ ലാവണ്യ പുണ്യ നദിയോ ഉണ്ണി കാർവർണ തന്റെ കണിയോ ലാവണ്യ പുണ്യ നദിയോ ഉണ്ണി കാർവർണ തന്റെ കണിയോ ശ്രീ പത്മനാഭന്തൻ കൃപയോ ഇനി ഭാഗ്യം വരുന്ന
വഴിയോ ശ്രീ പത്മനാഭൻ തൻ കൃപയോ ഇനി ഭാഗ്യം വരുന്ന വഴിയോ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ